വേദന സഹിക്കും ഞാൻ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, നമുക്ക് ഫേസിലുള്ള ഹെയർ നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് സലൂണുകളിൽ എപ്പോഴും നമുക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോം റെമഡിയാണ്, പെട്ടെന്നുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്കത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഫേസിൽ മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിലും കാലിലും ഒന്നും വാക്സ് ചെയ്യത്തില്ലേ, അതൊന്നും നമുക്കിതിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫേസിലുള്ള ചെറിയ ഹെയർസൊക്കെ പോകുന്നതാണ്. പലരെയും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ചിലർക്ക് പെയിൻ കാരണം ചിലരൊന്നും ചെയ്യില്ല. ചിലരാണെന്നുണ്ടെങ്കിൽ ഫെം വെച്ചിട്ട് നമ്മുടെ ബ്ലീച്ചൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ഷെയ്ഡിൽ ശരിക്കും അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ ഹോം റെമഡി വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂണ് ജെലറ്റിനാണ് ഇട്ടേക്കുന്നത്. 1 സ്പൂൺ മതിയേ. 3 സ്പൂണ് പാൽ, ചെറിയ ചൂട് പാലാണേ, അല്ലെന്നുണ്ടെങ്കിൽ അത് മെൽറ്റാവില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഈ ഒരു തിക്കായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ഇതാവും. നമുക്ക് ഫേസിന് ആവശ്യമുള്ളത് എടുത്താൽ മതിയേ. ഹണി 1 ടീസ്പൂൺ, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പം നല്ല ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എഗ് വൈറ്റാണ് എടുക്കേണ്ടത്. അത് നമുക്ക് കുറച്ചിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി ആവും നമ്മൾ എഗ് വൈറ്റും കൂടെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആവും. ഓക്കെ, ഒത്തിരി തിക്കുമല്ല ഒത്തിരി ലൂസല്ല, നമ്മുടെ ഫേസിനിടാൻ പറ്റിയ ഒരു കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്ന കസ്തൂരി മഞ്ഞളാണ്. അത് ജസ്റ്റ് ഒരു പിഞ്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ജസ്റ്റ് ഒരു ചെറിയൊരു സ്പൂണ് ലെമൺ ജ്യൂസ്, കുറച്ച് മതിയേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി ആവും. ഇത് നമ്മൾ ചെറിയൊരു ചൂടോടുകൂടി വേണം നമ്മൾ ഇടാനായിട്ട്. എന്ന് വെച്ചാൽ ഒത്തിരിയല്ല, നമ്മുടെ ഫേസിൽ സ്യൂട്ടാവുന്ന, നമ്മുടെ ഫേസിൽ പറ്റുന്ന രീതിയിലുള്ള ചൂടിൽ വേണം നമ്മൾ ഇടാനായിട്ട്. ഒത്തിരി ചൂടല്ല കേട്ടോ, കാരണം വെച്ചാൽ ഇത് ഇരിക്കും തോറും സെറ്റായി പോവും. അപ്പം നമ്മൾ ചെറിയൊരു ചൂട് വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മുക്കി വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് മെൽറ്റ് ആവുമല്ലോ നമ്മൾ. അപ്പോൾ അതുപോലെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. നമ്മൾ ഇനി ചെയ്യാൻ നേരത്ത് സെറ്റ് ആവുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിനി ഫേസിലിടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് പോകാതെ നോക്കുക, നമ്മുടെ മാക്സിമം കേട്ടോ. നമുക്ക് ആവശ്യം എവിടം വരെയാണോ അത്ര മാത്രം ഇട്ടാൽ മതിയേ. ഈ ഒരു ഇത്രയും പോർഷൻ ആണ് ഇടുക. പിന്നെ ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ സൈഡിലത്തെ ഹെയറൊക്കെ കളയുകയാണെങ്കിൽ ഓക്കെ, നമുക്കതിടാം. പിന്നെ നെറ്റിയുടെ ഒത്തിരി ഇങ്ങോട്ട് പോകാതെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ. പിന്നെ ഇവിടെ കുറച്ചൊക്കെ ഹെയർ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ബ്രഷ് വെച്ചിടുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഞാൻ ഒത്തിരി ഈ ഒരു പോർഷനിലേക്ക് പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത് കേട്ടോ. നമ്മുടെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ഹെയർസ് കാണും നമ്മുടെ ഈ ഒരു പോർഷനിൽ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം കേട്ടോ. കുറച്ചൊന്ന് നമുക്കൊരു ലൈറ്റായിട്ടൊന്ന് ഇട്ടിട്ട് കുറച്ചൊന്ന് സെറ്റ് ആകുമ്പോൾ പിന്നെ നോക്കുന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. ഐബ്രോസിൻ്റെ അടുത്തോട്ട് പോവില്ലേ, അവിടെയൊക്കെ ശ്രദ്ധിച്ചിടുക. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനകത്ത് ഹണിയും നമ്മുടെ എന്താ പറയുക മിൽക്കും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലൊരു ക്ലെൻസറാണ്. നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആവാനും പിന്നെന്താ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും പിന്നെന്താ റിങ്കിൾസൊക്കെ വരത്തില്ല, അതെല്ലാം മാറാനായിട്ടൊക്കെ നല്ലൊരു പാക്കും കൂടാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹെയർസ് ഇവിടെ അപ്പർ ലിപ്പൊക്കെ നല്ല ഹെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണങ്ങും തോറും നമുക്ക് കുറച്ചൊരു തിക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി.
ഓക്കെ, അപ്പം ഞാൻ നെറ്റിയുടെ അങ്ങോട്ട് പോകാതെ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഈ ഒരു പോർഷനിൽ പോകാതെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്ക് ഒരു ലെയറും കൂടി ഇടാം, കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഉണങ്ങുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 3rd ലെയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉണങ്ങുന്നതനുസരിച്ചിട്ട് കുറച്ച് നമുക്ക് തിക്കായിട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പീൽ ഓഫ് ചെയ്തെടുക്കാം. ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആകാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. അപ്പം നമ്മളിവിടെ കുറച്ച് തിക്ക് ലെയർ ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ. അത് ചെയ്തിട്ട് ഉണങ്ങും തോറും നമ്മൾ മിണ്ടരുത്. നമ്മുടെ ഫേസ് ചുളുങ്ങാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്നായിരിക്കും നമ്മുടെ സ്കിന്ന് ചുളുങ്ങി. ചിലവരുടെ സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ, ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് പ്രായം അവരുടെ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫേസിൽ എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം അത് ഉണങ്ങുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. ഓക്കെ, നമ്മൾ കൈക്കൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ നല്ല പെയിൻ ആയിരിക്കുമേ. വാവ്, കുറച്ച് പെയിനുണ്ട്, എങ്കിലും നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് ഞാൻ വേദന സഹിക്കും. ഞാൻ നല്ല ക്ലീനായിട്ടോ, നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട്. പക്ഷെ വേദനയുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഇവിടെ തൊടുമ്പോൾ നല്ല കൂള്, പക്ഷെ ഉണ്ടല്ലോ ചെറിയ വേദന ഉണ്ട് കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. നമുക്കിതിൽ കാണാം ചെറിയ ഹെയർസൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത്, ശരിക്കും വന്നിട്ടോ. അപ്പോൾ ഞാനെൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തു കേട്ടോ, കാരണം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്തു. അപ്പോൾ എല്ലാം ഞാൻ നല്ല നീറ്റാക്കി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിന്നില്ലേ അതെല്ലാം ഇതിൻ്റെ കൂടെ റിമൂവ് ആവും കേട്ടോ. ഇത് എല്ലാവരും ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം നമ്മുടെ റിമൂവ് ആവും ചെയ്യും. നമ്മുടെ ടാൻ അതെല്ലാം പോവും. നമ്മുടെ ഹെയർസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവും. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മാറ്റമുണ്ട്, നല്ലൊരു ഗ്ലോയും ഉണ്ട്. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയല്ലോ, അപ്പം നല്ലൊരു മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ചെയ്യരുത് കേട്ടോ, നല്ല പെയിൻ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഈ സൈഡിലേക്ക് പോകാതിരിക്കുക. നെറ്റിയുടെ അങ്ങോട്ട്, ഐബ്രോസിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. ബാക്കി എല്ലാ പോർഷനിലും നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ നെക്കിൻ്റെ അവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു നമ്മുടെ അലോവേറ ജെല്ല് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഫേസ് വാറ്റ് കുറയാനായിട്ടുള്ളത്. ഇതിന് ശേഷം അതിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.